ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംജെസ് നോളജ്. ഞാൻ എം ജെ. ഞാനെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 ഫിസിക്സിലെ ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആയിട്ടാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 2 ഡെറിവേഷൻ ഉണ്ടെങ്കിലും ഞാൻ അതിലൊന്ന് നിങ്ങൾക്ക് ഇന്നിവിടെ ചെയ്തു തരാം. മറ്റൊന്ന് നമ്മുടെ സ്വന്തം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെറിവേഷൻ ആണ്. ടൈം പീരീഡ് കാണാനുള്ള ഡെറിവേഷൻ ആണ്. ഫൈനൽ എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനിൽ പെട്ട ഒന്നാണ് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ലൈക്ക് ഒന്ന് അടിച്ചേക്ക്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. സോ നമ്മൾ നോക്കുമ്പം ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താടാ, ഒരു ചെറിയ സ്ട്രിങ്, ഒരു മാസ്ലെസ് സ്ട്രിങ് എന്ന് നമ്മൾ അതിനെ പറയാം. കാരണം അതിന് മാസ് ഉണ്ടെങ്കിലും നമ്മൾ മാസ് കൺസിഡർ ചെയ്യില്ല, അത്ര ചെറിയ മാസവും. അപ്പോൾ ഒരു മാസ്ലെസ് സ്ട്രിങ് ഉണ്ടാകും. അതിൻ്റെ ഒരറ്റത്ത് നമ്മളൊരു എം മാസുള്ളൊരു ബോബ് ഘടിപ്പിച്ചിട്ടുണ്ടാകും. എന്താണ് എം മാസുള്ളൊരു ബോബ്? ഒരു മാസ്ലെസ് സ്ട്രിങ്, അതിൻ്റെ ഒരറ്റത്ത് എം മാസുള്ളൊരു ബോബ് ഉണ്ടാവും. അതിൻ്റെ ഒരറ്റം, അതായത് ആ സ്ട്രിങ്ങിൻ്റെ ഒരറ്റത്ത് ബോബും മറ്റേ അറ്റം ഒരു റിജിഡ് സപ്പോർട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ എന്ത് ചെയ്യാണ്, ഈ ബോബിനെ പിടിച്ച് പതുക്കെ ഇങ്ങോട്ട് എത്തിച്ചു. ബോബിനെ എന്ത് ചെയ്തു, ഒന്നുകൊണ്ട് വലിച്ചു. അപ്പം ഞാൻ ആ ബോബിനെ വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഒരു ആർക്കിൽ എന്ത് ചെയ്യും, ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ വരെ ഇങ്ങനെയാണ്, എന്താണ്, പ്രൂവ് ദാറ്റ് ദ മോഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം ഈസ് SHM. എന്താണ് സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ എന്താ തെളിയിക്കാനാ പറയാ, SHM ആണ്, അഥവാ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്നാ തെളിയിക്കാൻ പറയാം. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്, നമുക്കറിയാം. സിമ്പിൾ കാര്യം എന്താണ്, അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷനിലായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ അതിന് തെളിയിക്കാൻ പോകുന്നത്. ഒരു SHMന് വേണ്ട എന്താണ്, ഒരു വസ്തു നമുക്കറിയാം. SHMന്റെ കണ്ടീഷൻ എന്താണ്, F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x ആണ്. എന്താണ്, ഡിസ്പ്ലേസ്മെന്റിന് ആര് നേരനുപാതത്തിലാണ്, ആര് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് പ്രൊപ്പോർഷണൽ. അത് കറക്റ്റ് തന്നെ പഠിച്ചിരിക്കണം. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x ഓർ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്ന് പഠിച്ചാലും മതി. അപ്പം നമുക്ക് നോക്കാം, ഞാനും ഇവിടെ അത് തന്നെയാണ് തെളിയിക്കാൻ പോകുന്നത്. റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഇവിടെ എന്തിന് പ്രൊപ്പോർഷനിൽ തെളിയിക്കോടാം, -x. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതെ ഞാൻ പറഞ്ഞു, ഇതിൽ ആണ് ആ സ്ട്രിങ്ങിന്റെ ലെങ്ത്. സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ റിജിഡ് സപ്പോർട്ട് മുതൽ ആ ബോബിന്റെ പകുതി വരെ, ബോബിന്റെ സെന്റർ വരെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ബോബിന്റെ മാസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആ ലെങ്ത്തിൽ എന്ത് ഉൾപ്പെടുന്നുണ്ട്, ആ ബോബിന്റെ മാസം ഉൾപ്പെടുന്നുണ്ട്. ഞാൻ ഈ ബോബിന് ഒരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് നീക്കി, അത് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അതിന്റെ mg താഴോട്ട്, അതിന്റെ വെയിറ്റ് താഴോട്ടാണ്. ആ വെയിറ്റിനെ ഞാൻ 2 കമ്പോണന്റ് ആക്കി. ഒന്ന് mg cos തീറ്റ, ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആണ്. ഒരേ ലൈനിലുള്ള 2 ലൈനുകളാണ്. എന്താണ്, ഒരേ ലൈനിൽ 2 ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ എന്താണ്, ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ, ഇത് തീറ്റ ആണെങ്കിൽ എന്താണ്, ഇതും തീറ്റയാണ്. mg cos തീറ്റ, mg sin തീറ്റ എന്നിങ്ങനെ 2 കമ്പോണൻസ് ആണുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എക്സ് ഡിസ്റ്റൻസ് നീക്കി, ഇവിടെ എന്ത് ചെയ്തു, mg ഞാൻ 2 കമ്പോണന്റ് ആക്കി, mg sin തീറ്റ, mg cos തീറ്റ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആരാണ് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ഒരാൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നാണ്. ഇവിടെ ആരാ റീസ്റ്റോറിംഗ് ഫോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുക? സിംപ്ലി റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുക മെയിൻ പൊസിഷനിലേക്കാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും എങ്ങോട്ട് ആക്ട് ചെയ്യാം, മെയിൻ പൊസിഷനിലേക്കാണ്. സോ ഇവിടെ മെയിൻ പൊസിഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്, mg sin തീറ്റ ആണ്. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആരാണ്, mg sin തീറ്റ ആണെന്ന്. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ്, ആര് പ്രൊപ്പോർഷനിലാണ്, അല്ലെങ്കിൽ ആരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് F എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ, mg sin തീറ്റ ആണെന്ന് എനിക്ക് എഴുതിക്കൂടെ. കാരണം അത് ആക്ട്സ് ഓൺ മെയിൻ പൊസിഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത് mg sin തീറ്റ. അപ്പോൾ ഇവിടെ ഒരു മൈനസും കൂടി വരും. കാരണം എന്താ, അത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും മെയിൻ പൊസിഷനിലേക്കാണ് ആക്ട് ചെയ്യുക. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് ദേ ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്, ഫോഴ്സ് ദേ ഇങ്ങോട്ട്. അപ്പൊ എന്താണ്, നെഗറ്റീവ് ആണ് അവിടുത്തെ സൈൻ. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നെഗറ്റീവ് ആണ് അവിടുത്തെ സൈൻ വരിക. ഇനി ഞാൻ എന്താണ്, ഇവിടെ എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് നമ്മുടേത്. അതായത് അവിടുത്തെ ആംഗിൾ, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംഗിൾ എന്ന് പറയുന്നത്, സിമ്പിൾ ആയതിനാൽ തന്നെ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്താവും, വളരെ ചെറുതാവും. അപ്പൊ സൈൻ തീറ്റ തന്നെ വളരെ ചെറുതാവും. അപ്പൊ നമുക്ക് ആ സൈൻ തീറ്റ നമുക്ക് എന്തെടുക്കാം, ആംഗിൾ വളരെ ചെറുതാവുന്നതുകൊണ്ട് സൈൻ തീറ്റ നമുക്ക് എന്തെടുക്കാം, ഹിയർ എന്താണ്, സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. എന്താണ്, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആയതിനാൽ നമ്മൾ എന്ത് ചെയ്യും, സൈൻ തീറ്റയെ തീറ്റയോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആക്കും. എന്തുകൊണ്ടാണ്, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആംഗിൾ വളരെ ചെറുതായതുകൊണ്ടാട്ടോ. അത് ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ 2ാമത്തെ കണ്ടീഷൻ കൂടിയാണ്. ഓക്കെ, അപ്പം
എന്തായി എഫ് സമം മൈനസ് എം ജി തീറ്റ ആയി, മൈനസ് എം ജി തീറ്റ. ശരിയാണോ അല്ലേ? ഇത് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. മൈനസ് എം ജി തീറ്റ അതെന്താ, സൈൻ തീറ്റ നമ്മൾ തീറ്റ എന്നെടുത്തു, അപ്പൊ എന്തായി എം ജി തീറ്റ. ഇനി നമുക്കൊരു ഇക്വേഷൻ അറിയാലോ, എന്താണ് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ ലെങ്ത്. തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ ലെങ്ത്. നിങ്ങൾ മാത്സിൽ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലും പിന്നെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലും ഫിസിക്സിൽ ഒന്നാമത്തെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ ലെങ്ത്. ഇവിടെ ആർക്ക് ആരാണ്? ആർക്ക് എന്ന് പറയുന്നത് ഈ എക്സ് ആണ്. അപ്പൊ എന്താണ് ഈ എക്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആരാണ്? അല്ലെങ്കിൽ ആർക്ക് ബൈ റേഡിയസ് എന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആർക്ക് ബൈ റേഡിയസ് ആണ്. ആർക്ക് ബൈ റേഡിയസ്, ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇവിടെ റേഡിയസ് ആരാണ്? എൽ ആണ്. ആർക്ക് ബൈ റേഡിയസ്, റേഡിയസ് ആരാണ്? ഇവിടെ എൽ ആണ്. സോ തീറ്റ സമം എക്സ് ബൈ എൽ. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കാം. ഇനി നമുക്ക് ഇവിടെ തീറ്റക്ക് പകരം എന്ത് ചെയ്യാം? ഈ എക്സ് ബൈ എൽ അങ്ങ് പുട്ട് ചെയ്യാം. അപ്പൊ എന്തായി? പുട്ട് അടിച്ചോ, പുട്ട് 2 in 1 രണ്ടൊന്നിൽ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ എഫ് സമം മൈനസ് എം ജി എക്സ് ബൈ എൽ. ഇതെന്ത് ചെയ്യാം? മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കുക. ഇതെന്ത് ചെയ്യണം? മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുട്ട്. ഇനി വീണ്ടും ഒരു പുട്ടടിക്കാം. പുട്ട് എഫ് ഇസ് ഈക്വൽ ടു എം എ. എന്ത് ചെയ്യാം? നമ്മുടെ എഫിന് പകരം എന്ത് ചെയ്യാം? നമുക്കറിയാം എഫ് സമം എം എ ആണ്. അങ്ങനെയാണെങ്കിൽ എഫിന് പകരം എന്ത് ചെയ്യാം? എം എ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായി? എം എ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എക്സ് ബൈ എൽ. മൈനസ് എം ജി എക്സ് ബൈ എൽ. എമ്മും എമ്മും ക്യാൻസൽ ആയിപ്പോയി. എമ്മും എമ്മും എന്തായി? ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ എന്തായി? മൈനസ് ജി ഇൻറ്റു എക്സ് ബൈ എൽ ആയി. ഇതെന്ത് ചെയ്യാം? നാലാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. ഇതെന്താണ്? നാലാമത്തെ ഇക്വേഷൻ. ഈ 3ഉം 4ഉം ഒന്ന് നോക്കിയാടാ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്റ്റെപ്പ്. 3ഉം 4ഉം ഫ്രം 3 and 4, ഫ്രം ഇക്വേഷൻ 3 and 4, ഫ്രം ഇക്വേഷൻ 3 and 4. 3നും 4നും നമുക്ക് മനസ്സിലായി. 3 എന്താ മനസ്സിലായത്? എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. നോക്കിയാടാ, എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് അല്ലേ? കാരണം എക്സ് മേലെയാണ്, ഒരു മൈനസ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. നമ്മൾ എന്താന്ന് തെളിയിച്ചു? മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് ഷുവർ ആയിട്ട് നമ്മൾ തെളിയിച്ചു. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, 4ലുണ്ടല്ലോ ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. എന്താണ് ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്? മനസ്സിലായി? നമുക്ക് ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. എക്സ് മേലായോണ്ടോ നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇട്ട് കേട്ടോ. പിന്നെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് എക്സ് ആയി. ഇനി നമ്മൾ നോക്കുമ്പോൾ എന്താണ്? അപ്പൊ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് തെളിയിച്ചു. പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടി കാണണമല്ലോ. എന്താണ്? ടൈം പീരീഡ് കൂടി കാണണം. ശരിയാണോ അല്ലേ? ടൈം പീരീഡ് കൂടി കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യില്ല, ഇത് ഫുൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ ടൈം പീരീഡ് കാണണം നോക്കാം. നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആക്സിലറേഷൻ ഇൻ എസ് എച്ച് എം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. എന്താണ്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇതിന് ഞാൻ എന്ത് ചെയ്തി? അഞ്ചാമത്തെ ഇക്വേഷൻ ആക്കി എടുത്തു. എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇനി നോക്കുക, ഈ ഏതൊക്കെ രണ്ടെണ്ണത്തിന്റെ എൽ എച്ച് എസ് ഈക്വൽ ആണല്ലോ. 4ന്റെയും 5ന്റെയും എൽ എച്ച് എസ് ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് അതുപോലെ എഴുതിയാലോ. ഫ്രം ഇക്വേഷൻ 5 and 4 and 5, ഫ്രം ഇക്വേഷൻ 4 and 5, 4 and 5, 4ലെയും 5ലെയും എൽ എച്ച് എസ് ഈക്വൽ ആയതുകൊണ്ട് അവർ രണ്ടേയും ഈക്വൽ ആണെന്ന് പറയാം. എൽ എച്ച് എസ് ഈക്വൽ ആയാലും എന്താണ്? അവർ രണ്ടുപേരും ഈക്വൽ ആണ്. ഇതിന്റെ എൽ എച്ച് എസ് ആക്സിലറേഷൻ ആണ്, ഇതിന്റെ എൽ എച്ച് എസ് ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ഇക്വേഷനും ഈക്വൽ ആണെന്ന് പറയാം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എൽ എച്ച് എസ് ഈക്വൽ ആയ രണ്ട് ഇക്വേഷൻ എന്തായി? ഈക്വൽ ആയി. അപ്പൊ നമുക്ക് എന്ത് പറയാം? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ജി ഇൻറ്റു എക്സ് ബൈ എൽ എന്ന് പറയാം. ഇനി എന്താണ്? എക്സും എക്സും ക്യാൻസൽ ആയി പോയി, മൈനസും മൈനസും ക്യാൻസൽ ആയി പോയി. ബാക്കി ആരാളുള്ളത്? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ബൈ എൽ. ബാക്കി ഒമേഗ എന്ന് പറയുമ്പോൾ എന്താവും? റൂട്ട് ജി ബൈ എൽ. ഇനി നമുക്കൊരു ഇക്വേഷൻ അറിയാലോ. ഇത് എത്രാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കുക? ആറാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി നമുക്കൊരു ഇക്വേഷൻ അറിയാലോ ടൈം പീരീഡിന്റെ. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ. അല്ലെങ്കിൽ ചിലർ പഠിച്ചിട്ടുണ്ടാവും എന്താണ്? ഒമേഗ സമം 2π ബൈ ടി. എന്നിട്ട് ടി കണ്ടാൽ മതി. അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താണ്? 2π ബൈ ഒമേഗ. അപ്പൊ എന്ത് ചെയ്യാം? ഈ ഒമേഗയെ അത് ഇതിലിട്ട് കൊടുത്ത് നോക്കിയേ. അപ്പൊ എന്തായി? ഒമേഗനെ എടുത്ത് കണ്ട് പുട്ട് 6 in 7, പുട്ട് 6 in 7. ഇത് 7 ഇക്വേഷൻ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 6 എടുത്ത് 7 ഇടുക. അതായത് ഒമേഗ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക സിമ്പിൾ ആയിട്ട്. എന്താണ്? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ബൈ റൂട്ട് എൽ ജി ഡിവൈഡഡ് ബൈ എൽ ആണ്. ജി ഡിവൈഡഡ് ബൈ എൽ. അപ്പൊ എന്ത് ചെയ്യും? ഇത് മേലെ കയറും, ഇത് താഴെ തന്നെ നിൽക്കും. എന്താണ്? ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്ന അറിയാം? 2π ബൈ 1 ഡിവൈഡ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? 2π ബൈ 1 ഇൻറ്റു റൂട്ട് എന്താണ്? റൂട്ട്
ഇതിനെ നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാ പറയാ. റൂട്ട് എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ജി ആണ് വരിക. അപ്പൊ എന്തായി ബാക്കി 2π ഇൻറ്റു റൂട്ട് എൽ ഡിവൈഡഡ് ബൈ ജി. എന്താണ് അപ്പൊ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്താണ്? 2π ഈക്വൽ ടു റൂട്ട് എൽ ബൈ ജി ആണ്. എങ്ങനെ കിട്ടി നമുക്ക്? ഇതെന്താ ചെയ്തത്? ഇതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. താഴെയുള്ള ഡിനോമിനേറ്ററിന്റെ നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കിട്ടുക. ആ ഒരു റൂളാണ്, എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ടൈം പീരീഡ് എന്തായി? റൂട്ട് എൽ ബൈ ജി ആണ്. അപ്പം ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇത് പഠിച്ചുകൊണ്ട് പോകണം. ഷുവറായിട്ട് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടിയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യും? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്